ആരെ ഫോളോ ചെയ്യണം ആരെ അൺഫോളോ ചെയ്യേണ്ടത് തീരുമാനിക്കുന്നതും ഞാനാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നേ. നമ്മൾക്കറിയാലോ ഗൈസ്, പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുൾ ഹെയറൊക്കെ നല്ല വൃത്തിക്ക് ഒതുക്കി വെച്ചിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ വൃത്തിക്ക് ഒതുക്കി വെച്ച് തന്നെയാണ് ഞാൻ പോയത്. എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണാൻ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത സമയത്ത് എൻ്റെ മുടിയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷേ ആരോ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഇല്ലേ ഇങ്ങനെ ഇതേപോലെയാണ് ഞാൻ പോസ്റ്റിങ്ങിന് പോയെന്ന് പറഞ്ഞാൽ ആരാണ്ട് കംപ്ലയിൻറ്റ് ചെയ്തു. അത് ഞാൻ മാത്രമല്ല, ഞാനും പിന്നെ അവ്യനും ഇങ്ങനെയാണ് പോണേന്ന് പറഞ്ഞാണ് കംപ്ലയിൻറ്റ് ചെയ്തത്. വെറുതെ ഒന്നും ചെയ്യാത്ത കാര്യത്തിന് ഞങ്ങളുടെ പേര് വലിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കണതും ഞങ്ങൾ പോസ്റ്റ് ചെയ്യണതും അന്വേഷിച്ച് നടക്കലാണ് കുറേ പേരുടെ പരിപാടി. അപ്പം ഇത് ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങളെ കുറ്റം പറഞ്ഞ കുറേ പേരുണ്ടാവില്ല, അവർക്ക് വേണ്ടി ഞാൻ പറയണതാണ്. സാർ ഒന്നുമല്ല, ഞങ്ങൾ കമൻറ്റ് പോസ്റ്റിങ്ങിന് പോണത് ഇങ്ങനെ. ഇപ്പം ഞാൻ ഈ പറയണത് ആർക്കാന്ന് ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ആരാണ് ഇത് പറഞ്ഞതെന്നോ ഞങ്ങൾക്കറിയില്ല ആരാ പറഞ്ഞതെന്നോ ഇല്ലെങ്കിൽ ഇന്ന ആളാന്ന് ഞങ്ങൾ പറയണില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർക്കിട്ടാണ് ഞാൻ പറയണതെന്ന്. അപ്പം ഇങ്ങനെ മുടി കെട്ടി ഒന്നത്, പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു, റീലിട്ടു. കുറേ പേര് ഫോട്ടോ എടുക്കണതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സ്റ്റോറി ഇടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതിന് ഒരു ഞാൻ ഒന്നിനും ചാടി കയറി ഉണ്ടാക്കാനോ അത് പറയാനോ ഇത് പറയാനോ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നേ എല്ലാവരും നോക്കിക്കണുള്ളൂ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയാണോ മുടി ഇട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അതെ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ മുടി ഇട്ടത്. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അത് ഞങ്ങൾ പോയിനല്ലേ ഇട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, ഇങ്ങനെയാണ് ഞങ്ങൾ ഇട്ടത്, ഞങ്ങൾ മുടി ഇങ്ങനെ ഇട്ടിട്ടാണ് പോയെന്നാണ് പറയണത്. അപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എനിക്ക് കോൾ വരും, ഡിലീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ വിളിയുണ്ടാവും ഗൈസ്, ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു തെറ്റോ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ സങ്കടവും എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഇങ്ങനെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പറയുന്നതും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഗൈസ്. പിന്നെ ഞങ്ങൾ മുടി ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നത്, പിന്നെ ഞങ്ങൾ നെറ്റ് ഇടുന്നില്ല, തലയിൽ നെറ്റ് ഇടുന്നില്ല എന്ന് പറയുന്നതും കംപ്ലൈന്റ് ചെയ്തവരെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ഞങ്ങൾക്കൊന്നും അറിയാണ്ടല്ല ഗൈസ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണത് കൊണ്ടാണ് ഞങ്ങൾ പറയണത്. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ ഞങ്ങൾ നോക്കിയേക്കും ഗൈസ്. ഇനി പണിത് കഴിഞ്ഞാൽ ഇതിനപ്പുറം ഞങ്ങൾ തിരിച്ചു പണിയുന്നത്. അതിനുള്ള എല്ലാ പ്രൂഫും ഞങ്ങളുടെ കയ്യിൽ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കണേ. ഞങ്ങൾ മുടി ഇങ്ങനെ അയച്ചിട്ടപ്പോൾ കുറ്റം, അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ കുറ്റം, അതിനുള്ള പ്രൂഫും ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ ഒരു ദിവസമല്ല, ഞങ്ങൾ പോസ്റ്റിങ്ങിന് പോയ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ബസ് വന്ന് എല്ലാവരും കയറുമ്പോൾ തന്നെ അവരുടെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ 4 പേരും കയറിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നതും. നമ്മൾ ലേറ്റ് ആയതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഓർമ്മയില്ല. നമ്മൾ ലേറ്റ് ആയിട്ട് ഇന്ന് വരെ ഞങ്ങൾ ലേറ്റ് ആയിട്ടില്ല. അത് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും പറയാം, ഞങ്ങൾ ലേറ്റ് ആയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ബസ് ഇന്ന് വരെ അവിടെ നിർത്തിയിട്ടിട്ടില്ല. പിള്ളേർക്ക് വേണ്ടി 10-15 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. വേറെ കുറേ പേർക്ക് വേണ്ടി ബസ് വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിനൊരു പ്രശ്നമില്ല. ഇന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം, ആ ദിവസം ഞങ്ങൾ കാലത്ത് റെഡിയായി. അത്രയും നേരം ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ തൊട്ട് താഴെയാണ് ഗൈസ് ബസ് വന്നിട്ട്. ഞങ്ങൾക്ക് അവിടെ ബസ് വരുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. പോയാലും പോയില്ലെങ്കിലും സ്ഥലമൊന്നും കിട്ടില്ല, കാരണം കുറേ പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഇല്ല, അങ്ങനെ പറയുള്ളൂ ഗൈസ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ന് ബസ് അവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റും ബസ് അവിടെ വന്നിട്ടുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ഞങ്ങൾ ബസ് വന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴും അവിടെ ക്യൂ പോലെ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളും അതിൻ്റെ ഒപ്പം കയറിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, അത് ഞങ്ങൾക്കറിയില്ല വേറെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങളോട് പറഞ്ഞു, നാളെ തൊട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബസ് പോകും, ഇവിടുന്ന് വിട്ടുപോകും, നിങ്ങളെ കൂട്ടില്ല, പിന്നെ സെക്കൻഡ് ട്രിപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആബ്സെന്റ് ഇടുമെന്ന് പറഞ്ഞു ഞങ്ങളോട്. ഇല്ല, ബസ് വന്നു, എല്ലാവരും ക്യൂല് കയറുന്നു, ഞങ്ങളും ക്യൂല് കയറി. അത്രയും ഞങ്ങൾ ചെയ്തിട്ടില്ല. ക്യൂല് കയറുമ്പോൾ ക്യൂവിൽ ഏറ്റവും അവസാനം ഞങ്ങളുണ്ടായിരുന്നത്, അത് ഞങ്ങൾ പറയാം. ഏറ്റവും അവസാനമല്ല, അത് കഴിഞ്ഞ് 2-3 പിള്ളേർ വന്നു, ഞങ്ങളുടെ പുറകിൽ 2-3 പിള്ളേരും കൂടി വന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇനി തൊട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ബസ് എടുത്തിട്ടു. എന്ത് ആവശ്യം അതിൻ്റെ ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഏറ്റവും അവസാനം ക്യൂവിൽ അവസാനം ഞങ്ങൾ കയറിയത് ആദ്യമായിട്ട്. അല്ലാണ്ട് ഞങ്ങൾ ബസ് വരണേന് മുന്നേ ഞങ്ങൾ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഞങ്ങൾ അനാവശ്യമായി ശകാരിച്ചു എന്ന് വെച്ചാൽ ഞങ്ങളെ ഒരുമാതിരി വോയിസ് റൈസ് ചെയ്യണ പോലെ ഞങ്ങളോട് പറഞ്ഞു. അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാന്ന് അറിയില്ല. ഈ 3 വർഷം ഇവിടെ 2 വർഷം ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞു. 2 വർഷം ഞങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നമില്ല. ഏതിലേലും പ്രശ്നങ്ങൾ ഇങ്ങനെ പോകണ്ടെങ്കിൽ അത് ഓടി ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ചെയ്ത പോലെ. ഞങ്ങൾ ചില കാര്യങ്ങൾ ഞങ്ങൾ അറിയ പോലും ഇല്ല, ആ കാര്യങ്ങളൊക്കെ കൊണ്ട് ഞങ്ങളുടെ തലയിലുണ്ട്. അതിന്റെ എന്ത് ആവശ്യമാ ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. പിന്നെ ഈ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ പോകും, ഞാൻ ആരോടും നിർബന്ധിക്കുന്നില്ല. ഈ വീഡിയോ കണ്ടേ പറ്റും ഞാൻ ആരോടും പറയുന്നില്ല. പിന്നെ ഗൈസ്, ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാലാണ് ഇതിന്റെ പ്രശ്നം, ആരാണ് എന്താ ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാലാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നത് എൻ്റെ ഈ മുടിനെ കുറിച്ചാണ് ഗൈസ്. മുടി വളരും, ഈ കുറ്റം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്, അവരോട് ഞാൻ പറയുക, ഈ മുടി വളരും. നിങ്ങൾ ഇതിനെ കുറിച്ച് ഒരു ടെൻഷനോ ഇല്ലെങ്കിൽ അവള് മുടി വെട്ടി അങ്ങനെ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ വന്നാൽ പഠിക്കാനാണ്, പഠിച്ചിട്ട് പോ. ഞങ്ങൾ മുടി വെട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ നടക്കണം, ഞങ്ങൾ ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ്ട. നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ പോകും. ഞാൻ എങ്ങനെയാണോ അതേപോലെയാണ് ഞാൻ ഈ കോളേജിൽ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഈ കോളേജിന് വേണ്ടി ഞാൻ മാറിയിട്ടില്ല ഒരിക്കലും. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ളത്. അപ്പൊ ഈ മുടി വളരുന്നത് ആരും
ഒന്നിനെക്കുറിച്ചും ബോധേഡാവണ്ട. എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ എൻ്റെ അനിയത്തിമാർക്കോ എൻ്റെ ഫ്രണ്ട്സിനോ ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നം വേണ്ട. ഈ എന്നെപ്പറ്റി എൻ്റെ കൂട്ടുകാരിനെ പറ്റിയും കുറ്റം പറഞ്ഞവർക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട. ഞങ്ങളുടെ മുടി ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോഴും ഞാൻ പറയുക, നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. വളർന്നോളും മുടി. പിന്നെ പോസ്റ്റിങ്ങിന് ഞാൻ പോണത് ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് പോസ്റ്റിങ്ങിന് പോയെന്നുള്ളത് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെ പോസ്റ്റിങ്ങിന് പോയത്. ഒരു മുടി പോലും കഴിച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ മുടി ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെയോ ഇല്ലെങ്കിൽ ഇതേപോലെ ഞാൻ പോസ്റ്റിങ്ങിന് പോയിട്ടില്ല. ഇന്നേ വരെ ഞാൻ ഇങ്ങനെ പോസ്റ്റിങ്ങിന് പോയിട്ടില്ല. കാരണം നമുക്കറിയാം നമ്മൾ നഴ്സുമാരാണ്, ഏത് രീതിയിലാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് നന്നായിട്ട് അറിയാം. അത് വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടല്ല ഇത് ഞങ്ങൾ അറിയണം. കാരണം നമ്മൾ കാണും, നമ്മൾ കാണുന്നത് നമുക്കറിയാം. നമ്മൾ കുറേ നഴ്സുമാരെ കണ്ടേക്കുന്നതാണ്, നമുക്കറിയാതെ എങ്ങനെയാണ്. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടിയത്. ഇങ്ങനെ ഒരു മുടി പോലും എൻ്റെ അന്ന് ഞാൻ പോയപ്പോൾ തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തലയിലൊക്കെ എണ്ണ വെച്ച് ഒരു മുടി പോലും പോകാത്ത രീതിയിൽ ഞാൻ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പിന്നെയും ഗൈസ് മുടി വളരും. മുടി ഇവിടെ കൊണ്ട് നിന്ന് പോവില്ല, അത് വളരണ സാധനം. അപ്പോൾ പിന്നെ ആരും അതിനെക്കുറിച്ച് ബോധേഡാവണ്ട. പിന്നെ ഞാൻ എന്താ പറയുക, പിന്നെ ഞങ്ങൾ പോസ്റ്റിങ്ങിന് പോണത് നല്ലൊരു എന്താ പറയുക നേഴ്സ്, നമ്മൾ നേഴ്സാന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ ബിഹേവും ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഞങ്ങൾ പോയിട്ടുള്ളൂ. ഞങ്ങൾക്ക് എക്സാമും കൂടി വന്നുകൊണ്ടിരിക്കുക. എക്സാമൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പ്രശ്നം വേണ്ട. കാരണം ഞങ്ങളുടെ ഇത് ഫൈനൽ ഇയറാണ്. ഞങ്ങൾക്ക് ഇനി മുന്നോട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വഴക്കൂടാൻ താല്പര്യമില്ല. പോണ സമയത്ത് അവരൊരു അടി ഉണ്ടാക്കി പോവാം, അത് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും പറയാൻ പോവാറില്ല. പക്ഷെ ഞങ്ങളൊന്നും പറയാത്തതാണ് എല്ലാവരും എന്താ പറയുക ഒരു ഇതായിട്ട് എടുക്കണത്. ഞങ്ങളൊന്നും മിണ്ടാത്തതോ ഒന്നും പറയാത്തതാണ് എല്ലാവരും ഒരു അവസരമാക്കി എടുക്കണത്. അതുകൊണ്ടാണ് അവർ ഞങ്ങളെപ്പറ്റി മാക്സിമം എന്തൊക്കെ പറയാം അതൊക്കെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ ആര് ചെയ്താലും ഒരു പ്രശ്നമില്ല. അതാണ് ഞങ്ങൾക്ക് അറിയാത്ത. വേറെ ആര് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണോ അതാണ് അവർക്ക് പ്രശ്നം. ഞങ്ങളൊന്ന് പോണി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അത് പ്രശ്നം. വേറെ ആരെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ അപ്പം തന്നെ അതിന് പ്രശ്നമാണ് ഗൈസ്. അപ്പം തന്നെ അത് എന്തോ വലിയ പ്രശ്നമാക്കി എടുത്ത് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവർ ഫോട്ടോ എടുത്തു, അവർ വീഡിയോ എടുത്തു, കുറേ കുറ്റങ്ങളാണ് ഗൈസ്. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തേക്കണതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് 4 പേർക്കും ഏതിലേ പോയാലും ആ വള്ളിയൊക്കെ കയറി ഞങ്ങളുടെ തലയിൽ തിരിക്കും. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയില്ല ഗൈസ്. പിന്നെയും പറയാം പിന്നെയും ഗൈസ് മുടി വെട്ടിയതിന് പ്രശ്നം ഇപ്പോഴും ഞാൻ പറയുക ഇത് വളരും. നിങ്ങളുടെ തന്നെ നിൽക്കൂല ഗൈസ്. ഞാൻ 3rd ഇയർ കഴിയണ വരെയും എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും മുടി, അവളുടെ മുടി കാണിച്ചു തരാം ഗൈസ്. ഈ മുടി ഇങ്ങനെ തന്നെ നിൽക്കില്ല ഗൈസ്. ഇത് വളരും, ഈ മുടി വളരും ഗൈസ്. അപ്പോൾ ആരും ഇതിനെ കുറച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയോ ഇല്ലെങ്കിൽ സങ്കടപ്പെടുകയോ വേണ്ട. മുടി വളർന്നോളും. മുടി വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതുപോലെ ഇത്ര വളർത്തുന്നിട്ട് ഞാൻ പിന്നെ വെട്ടും ഗൈസ്. അവള് എൻ്റെ വീട്ടിൽ ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എൻ്റെ അനിയത്തിമാർക്കും ഒരു പ്രശ്നമില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവളുടെ വീട്ടിലും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല ഗൈസ് മുടി വെട്ടണേല്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആരും അല്ലാത്ത ഏതോ ഒരുത്തനോ ഒരുത്തിക്കോ എന്തിനാ ഈ പ്രശ്നം? ഞങ്ങളുടെ ആരും അല്ല അവർക്ക് എന്തിനാ ഈ പ്രശ്നമോ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഇന്ന് നാളെ തൊട്ട് ഞാൻ എണ്ണയൊക്കെ വെച്ച് മുടി ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ച് എന്താണ്ടൊക്കെയോ ചെയ്ത് എൻ്റെ മുടി ഞാൻ ഒതുക്കിക്കോളാം. അത് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരണ്ട. ഞാൻ ഇത്രയും ദിവസവും പോയത് അങ്ങനെ തന്നെയാണ്, ഇനി പോണതും അങ്ങനെ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത്രയും ദിവസം ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഞാൻ പോവുള്ളൂ. അതും എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ഞാൻ നാളെ ഫുൾ മുടി ഇട്ടുകൊണ്ട് പോകുമ്പോൾ പറയും ഈ മുടി ഇങ്ങനെ പൊങ്ങി, ആ മുടി ഇങ്ങനെ പൊങ്ങി എന്ന് പറഞ്ഞായിരിക്കും. ചിലപ്പോൾ അടുത്ത പ്രശ്നം ഞാൻ അതായിരിക്കും. ഇവിടെയൊക്കെ കുഞ്ഞു മുടികളുണ്ട് ഗൈസ്, അത് ഞാൻ റോസ്മേരി വാട്ടർ ഇട്ട് വളർത്തുന്നുണ്ട്. ഇവർക്ക് വേണ്ടി, ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ റോസ്മേരി വാട്ടർ അരപ്പിച്ച് ഞാൻ എൻ്റെ മുടി ഫുള്ള് ഇവിടുത്തെ ബേബി ഹെയർസ് ഒക്കെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ പ്രശ്നം ഫെബ്രുവരി 3 ഞങ്ങൾ പോസ്റ്റിങ്ങിന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ പ്രശ്നമായത്. ആ പ്രശ്നം അന്നോട്ട് ചെറിയ രീതിയിലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നായപ്പോൾ ഭയങ്കര രൂക്ഷ പ്രശ്നമായി ഗൈസ്. അത് ഭയങ്കര രൂക്ഷമായി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം തപ്പണു, നമ്മുടെ ഫോട്ടോ തപ്പണു, എല്ലാം ഗൈസ്. എൻ്റെ അക്കൗണ്ട് പബ്ലിക്കാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയാം, എൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സെർച്ച് ചെയ്താൽ മതി, ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അൺഫോളോ ചെയ്ത് കളയുക. പിന്നെ എൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്യാൻ നിൽക്കരുത്, അത് നാണം കെട്ട പരിപാടിയാണ്. എന്നെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ട് അടിക്കുക, അവൾ ഏതെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അവൾ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് അപ്പം തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. അതിൻ്റെ ആവശ്യം ഇല്ല. ഒരു വട്ടം നിങ്ങൾ അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊക്കോണം. പിന്നെ എൻ്റെ റീൽ കാണാൻ താല്പര്യമില്ല, സ്കിപ്പ് ചെയ്തോണം. നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ നമ്മളൊരു റീൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റീൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാവരുടെയും ഫോണിലില്ലേ? എൻ്റെ ഫോണിലുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കതിന് കംപ്ലൈൻറ്റ് ചെയ്ത ആളില്ലേ, അയാളുടെ ഫോണിൽ ഇങ്ങനെ നമ്മൾ റീൽ ഒതുക്കി കഴിയുമ്പോൾ ഈ സംഭവമില്ലേ ഗൈസ്, ഇത് ഇങ്ങനെ ഈ മേലെ അവരുടെ അക്കൗണ്ടിൽ ആ സംഭവം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് അവർ നമുക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ ആരെ ഫോളോ ചെയ്യണം ആരെ അൺഫോളോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഞാനാണ്.